ഹായ് ഹലോ. അങ്ങനെ സംഗീത നൈറ്റ് എത്തി കേട്ടോ. അപ്പോൾ നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി പോകുന്ന വഴി ഫുള്ളും ചില്ലായിരുന്നു. ഇപ്പോൾ അവർ അവിടെ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു, വരുന്നില്ലേന്ന്. അപ്പം ഞങ്ങൾ കരുതി ഏറ്റവും ലാസ്റ്റത്തെ നമ്മളായിരിക്കും. പരിപാടി ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏറ്റവും ലേറ്റ് നമ്മളായിരിക്കും. സംഭവം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ആരും എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ചേച്ചി റെഡി ആവാൻ തന്നെ പോയത്. പിന്നെ ചേച്ചി റെഡി ആയിട്ടൊക്കെ വന്നു. അതുവരെ നമ്മളവിടെ വൈബ് അടിച്ച്. പിന്നെ ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫോട്ടോസ് ആയിരുന്നു മെയിനായിട്ട്. പിന്നെ ഒരുപാട് പേര് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഈ ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഡിസൈൻ കൊടുത്ത് കഷ്ടപ്പെട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത്. അപ്പോൾ കറക്റ്റ് മോഡലും എല്ലാം ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി സെറ്റായിട്ട് ചെയ്തു തന്നു. പിന്നെ ഈ മെറ്റീരിയൽ എടുത്ത് വന്നിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. നല്ല ഞാൻ അത്രയ്ക്ക് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തിരുന്നൊരു ഔട്ട്ഫിറ്റാണിത്. അത്രയും സെയിം ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ അടുത്ത് അത്രയും താങ്ക്സ് പറയുന്നു. അത് കഴിഞ്ഞ് ചേച്ചി സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്ത് കേട്ടോ. അപ്പോൾ പിന്നെ ചേച്ചി വന്നത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അവിടെ എത്തിയിട്ട് അവരുടെ ഡാൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, പിന്നെ അവർ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കഴിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട് ഇറങ്ങി. പിറ്റേ ദിവസം കല്യാണമാണല്ലോ, നേരത്തെ കിടന്നിറങ്ങിയിട്ട് നേരത്തെ എണീറ്റ് റെഡി ആവേണ്ടത്. കഴിച്ചിട്ടുണ്ടപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇത് കണ്ടാലേ അറിയാം സിസ്റ്റേഴ്സ് ആണെന്ന്. എനിക്ക് എൻ്റെ ഔട്ടിന് ഓർമ്മ വന്നു കേട്ടോ. ഒരാളിരുന്ന് കരയുന്നുണ്ട്, ഒരാൾ നോക്കി സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. പക്ഷേ ആളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അതൊക്കെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ അടുത്ത് കല്യാണ വിശേഷമായിട്ട് ഉടനെ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.